ബഹുമാനമുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറഞ്ഞു പോകുന്നത്, പ്രിയപ്പെട്ട ഉമ്മ, ഇതുപോലെ ഒരു ഭർത്താവിനെ കിട്ടായിന്ന് കൊതിക്കുന്നവരുണ്ട്. ഒന്നും ചെയ്യണ്ട, ഒരു ജോലിയും ചെയ്യണ്ട, വീടിന്റെ ഉള്ളിൽ മനസ്സമാധാനം തന്നാലും മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. അതിനുവേണ്ടി പള്ളികളിൽ പോയി പൈസ ഇട്ടവരുണ്ട്, അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പോയവരുണ്ട്, അതിനുവേണ്ടി സന്തോഷകരമായി ജീവിതം മാറ്റിവെച്ചവരുണ്ട്, അതിനുവേണ്ടി കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്തവരുണ്ട്. എന്നിട്ട് പോലും മാറിയിട്ടില്ല, എന്നിട്ട് പോലും മാറിയിട്ടില്ല. അങ്ങനത്തെ സങ്കടത്തിൽ കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാർ, എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട്. എന്തെല്ലാം ചെയ്തിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തു, തഹജ്ജുദ് കഴിഞ്ഞിട്ട് ദുആ ചെയ്തു, ഉസ്താദേ ഭർത്താവിന്റെ സ്വഭാവം ഒന്ന് നന്നാക്കി തരാൻ ദുആരക്കോ എന്ന് പറഞ്ഞ് ദുആ ചെയ്തവരാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറഞ്ഞു പോകുന്നത്, സുബ്ഹാനല്ലാഹ്, ഇന്നലെ കണ്ടുപോയത് എല്ലാ ജോലി ചെയ്യുന്ന ഭർത്താവ്, ഭക്ഷണം പോലും കയ്യിൽ കൊണ്ടുതരുന്ന ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ, എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ കാലഘട്ടത്തിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ ആഗ്രഹിക്കുന്നത്, എന്നോട് നല്ല രീതിക്കുന്ന വർത്തമാനം പറയുന്ന, എന്റെ കാര്യങ്ങൾ അറിയുന്ന, എന്നെ പൊന്നുപോലെ നോക്കുന്ന, എന്റെ ആഗ്രഹങ്ങൾ അറിയുന്ന, ഞാൻ എന്തൊക്കെ ചെയ്താലും അതിനൊരു സപ്പോർട്ട് ചെയ്യുന്ന എനിക്കൊരു ഭർത്താവ് ഉണ്ടായാൽ, അതുപോലത്തെ ഒരു ഭർത്താവിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ്. ഏതൊരു പെണ്ണും ആഗ്രഹിച്ചു പോകുന്നത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ സാമീപ്യമാണ്. ഇല്ലെങ്കിൽ പണ്ട് എസ് എ ജമീൽ എഴുതി പാടിയതുപോലെ, മലക്കല്ല പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണ്, മനസ്സിൽ വെടിവെച്ചൊരിരട്ട കൂടൽ തോക്കാണ്, മാനാഭിമാനമുള്ള പുരുഷന്റെ നേക്കാണ്, മറുപടി പറയാനോ കഴിയുന്നതുമാർക്കാണ്. അതെത്ര അർത്ഥവത്തായ വരികളാണ്. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് ആ പെണ്ണിന്റെ ഭർത്താവിന്റെ സാമീപ്യമാണ്. ആ ഒരു സാമീപ്യത്തിന് വേണ്ടി ആഗ്രഹിക്കാത്ത ഒരു പെണ്ണും ഉണ്ടാകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആണുങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്ന് മിണ്ടിയാൽ മതി, നമ്മളൊന്ന് സംസാരിച്ചാൽ മതി, ഒരു 5 മിനിറ്റ് അവരോടൊപ്പം ഇരുന്നാൽ മതി. അങ്ങനെ അവർക്ക് വേണ്ടി വന്ന സമയം കൊടുക്കാൻ നമുക്കൊന്ന് കഴിഞ്ഞാൽ, അവർക്ക് നീ എന്തുകൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. എല്ലാം കൊണ്ട് കൊടുക്കും, എന്ത് വേണമെങ്കിലും കൊണ്ട് കൊടുക്കാൻ റെഡിയാണ്. എന്തിന് സന്തോഷാണ്, എന്തിനും ആനന്ദമാണ്. നിങ്ങൾ കൊണ്ടു കൊടുക്കുന്നതൊക്കെ വലിയ ഒരു പുണ്യകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും മുഅ്മിനീങ്ങളെ, ഒരു ഭർത്താവിന്റെ സാമീപ്യം, ഒരു പെണ്ണിനെ പ്രസവത്തിന് കൊണ്ടുപോകുന്ന ഒരു സമയം, ആ പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്നെ പൊന്നുപോലെ പോറ്റി വളർത്തിയ, 10ഉം 20ഉം 22ഉം വയസ്സ് വരെ പോറ്റി വളർത്തിയ തന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ വരവല്ല, തന്നെ തോളിൽ ഇട്ടുകൊണ്ട് അമ്മിഞ്ഞ പാല് കൊടുത്തുകൊണ്ട് വളർത്തിപ്പോയ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ വരവല്ല. പിന്നെ അവൾ ആഗ്രഹിക്കുന്നത് ഈ പ്രിയപ്പെട്ട ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ പിതാവ്, അവളുടെ ഭർത്താവ് ആ ഒരു സമയത്തുണ്ടാകലാണ് ഏറ്റവും വലിയ ആഗ്രഹമാണ്. അല്ലേ? പെണ്ണിന്റെ ആവശ്യം എന്ന് പറയുമ്പോ എല്ലാം അതിൽപ്പെടും. ഇല്ല, എല്ലാം അതിൽപ്പെടും. പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ്, പെണ്ണിന്റെ ആവശ്യം അറിയാത്ത ഭർത്താവ്, അടിപൊളി പേരുണ്ട്, പൊണ്ണൻ. ഇനിയിപ്പോ ഇത് കേട്ടിട്ട് ഭർത്താവ് വരുമ്പോ ദാരിമി ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊക്കെ പൊണ്ണന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്നെ എല്ലാരും കൂടെ എന്റെ മണ്ടയ്ക്ക് പറഞ്ഞ പൊണ്ണൻ അവനാണവളുടെ തെറ്റിന്റെ കർത്താവ്, അവസരമാണാവശ്യത്തിന്റെ മാതാവ്, അതിനിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ്. അല്ലേ?
ആ ഒരു ഭാര്യ ഏതൊരാഗ്രഹമാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, ഏതൊരു സമയത്ത് എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന കാര്യം തന്റെ ഭർത്താവ് അറിഞ്ഞിരിക്കലാണ്. അതറിഞ്ഞുകൊണ്ട് പെരുമാറുന്നവരാണ്, അതറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നവരാണ്, അതറിഞ്ഞുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചുകൊണ്ട് അവരെ ഒന്ന് ചേർത്ത് പിടിക്കുന്നവരാ. എത്ര വലിയ ടെൻഷനിലിരിക്കുമ്പോഴും, എത്ര വലിയ സങ്കടത്തിലിരിക്കുമ്പോഴും, എത്ര വലിയ ദുഃഖത്തിലിരിക്കുമ്പോഴും തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈ പിടിച്ചിട്ട് നിനക്ക് പറയാൻ പറ്റോ, നീ സങ്കടപ്പെടല്ലേ, നീ വേദനിക്കല്ലേ, നിനക്ക് ഞാനില്ലേ എന്നെന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് വരുന്നത് എന്തിന്റെ കണ്ണുനീരെന്നറിയോ? അതാനന്ദത്തിന്റെ കണ്ണീരാണ്. കാരണം എന്നെ ചേർത്ത് പിടിക്കാൻ എനിക്കെല്ലാത്തിനുമുള്ള ഒരു പ്രിയപ്പെട്ടവനെ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ടല്ലോ. എനിക്ക് ചേർത്ത് പിടിക്കാൻ, എനിക്ക് സന്തോഷം തരാൻ. കൽബകമിൽ വാഴുന്ന പ്രിയതമനായി കൂടുന്ന മലർവഴിയായി വീശുന്ന പൂങ്കനിമോള്, എന്നും കനവതിലായി വീശുന്ന താരകനൂറ്. ഭാര്യമാരോട് സ്നേഹമുണ്ടെങ്കിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ ചെറുതായി എല്ലാ വീടുകളിലും ഉണ്ടാകും, എല്ലാ വീടുകളിലും ഉണ്ടാകും. എന്നാലും ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിൽ എവിടെ പോകുമ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ കൽബിന്റെ ഉള്ളിലേക്ക് വരും, അല്ലേ? ലൈല മജ്നുവിനോടുള്ള സ്നേഹം കൊണ്ട് ഭിത്തിയെ ചുംബിച്ചില്ലേ? ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പോയിട്ട വീട്ടിലെ ബൈത്തോകൾ മോളുന്ന കാറ്റലേ കണ്ടോ നീ ആമാരനെ. ലൈല മജ്നൂൻ ഭിത്തിയെ നോക്കിയിട്ട് പാടാൻ തന്റെ ലൈലയാ, അല്ലേ? മഹിയിൽ മഹാസീനെന്ന് എത്രയോ സ്നേഹത്തിന്റെ ഒരു സന്തോഷം എങ്ങനെയാണ്. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ. മഹിയിൽ മഹാസീനെന്ന് മഹിമയെഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. ഹുസ്നുൽ ജമാൽ പൂവിന് കസവണിയും പെണ്ണിന് കിസ പറയാൻ കൂട്ടിനുണ്ടൊരു കനിതോഴൻ. അല്ലേ? അവർക്ക് ഭയങ്കര സ്നേഹമാണ്. നമ്മുടെ വീടിന്റെ അകത്തട്ടിലും സ്നേഹമുണ്ട്, നമ്മുടെ ഈ വീടുകളിൽ സ്നേഹമുണ്ട്. 10 മിനിറ്റ്, 5 മിനിറ്റ്, 20 മിനിറ്റ്, 10 മിനിറ്റ് നേരം നല്ലതുപോലെ മിണ്ടി, 10 മിനിറ്റ് നേരം സംസാരിച്ചു, 10 മിനിറ്റ് നേരം ഒരുമിച്ചിരുന്നു. അങ്ങനെ ഒരുമിച്ചിരുന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്മമാരെ അപ്പ തന്നെ വഴക്കുണ്ടായി, അപ്പ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ സമയം തന്നെ എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയായി, അല്ലേ? ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഉബൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 സമയത്ത് നീ നിന്റെ ഭാര്യ എന്ത് പറഞ്ഞാലും ഒന്ന് ക്ഷമിച്ചു കൊടുത്തേക്കണം, ഭർത്താവിനോട് പറയാം. മഹാനായ ഉബൈദുൽ മുസ്തരി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, മോനെ നീ ഒന്ന് ശ്രദ്ധിക്കണം, പഠിക്കാനുള്ള വിഷയമാണ്. മഹാനുഭാവന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വന്നു. തന്റെ ഭാര്യയെ പറ്റി എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വർത്തമാനം പറഞ്ഞപ്പോ ആ സമയത്ത് മഹാനുഭാവൻ പറഞ്ഞു, 3 സമയത്ത് അവരോടൊന്ന് നിങ്ങൾ പറഞ്ഞേക്കണ്ട, ക്ഷമിച്ചേക്കണം. ഒന്ന്, അവർക്ക് ശുദ്ധിയില്ലാതെയാകുന്ന ഒരു ദിവസത്തില് അന്നൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം, അവർ വേദനിക്കുന്നവരാണ്, അവർ സങ്കടപ്പെടുന്നവരാണ്. രണ്ടാമത് പറഞ്ഞു, അവർ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന ഒരു സമയം, അപ്പോഴും നിങ്ങൾ അവരോട് ഒന്നും പറഞ്ഞേക്കരുത്. മൂന്നാമത് അവരോട് പറഞ്ഞു കൊടുക്കുന്നു, മോനെ അവർ അത്യാവശ്യമായൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ നിന്റെ കാര്യം കൂടെ പറഞ്ഞേക്കരുത്. അതവർ ചെയ്തേക്കാം, പക്ഷെ അവർക്ക് ദേഷ്യം വന്നേക്കാം. അതുകൊണ്ട് ഈ 3 സമയവും നീ സൂക്ഷിക്കണമെന്ന് മഹാനായ ഉബൈദ് റളിയല്ലാഹു അൻഹു. ഇല്ലേ? ആരുന്നത് ഇപ്പൊ നോക്കുന്നു?
മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ടവളോട് ഭയങ്കര മഹബത്ത, വല്ലാത്തൊരിഷ്ടം കൊടുക്കുന്ന ഒരാളാണ് മഹാനുഭാവൻ. എന്നും നിലാവ് ഖൽബിന്റെ തോഴി, ഈ നല്ല നാളിൽ നിലാവായ പൂവി. എന്നും മുമ്പിൽ പോയിട്ട് ഭാര്യന്റെ മുമ്പിൽ പോയിട്ട് പാട്ട് പാടുന്നൊരു സ്വഭാവമാണ് ആ മഹാനുഭാവൻ. ഇതെങ്ങനെ മക്കളെ കണ്ടിട്ട് വാപ്പയോട് ചോദിച്ചു, വാപ്പ എന്നും ഉമ്മാന്റെ മുമ്പ് നിങ്ങൾ പാടുന്നുണ്ടല്ലോ. മഹാനുഭാവൻ പറഞ്ഞു, മോനെ ഇന്ന് ഞാൻ വർണ്ണിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വർണ്ണനയുള്ളത് അത് നിന്റെ ഉമ്മാക്കാൻ. ഭാര്യ വീട്ടിന്റെ അകത്തട്ടിലുള്ളപ്പോ ഇദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകും. ബഗ്ദാദിന്റെ മണ്ണിലൂടെ ഇദ്ദേഹം ജോലിക്ക് പോയി. ആ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോ പണ്ടുള്ള ഉപ്പമാരൊക്കെ നമുക്കറിയാം, പണ്ട് ഹോളിംബെല്ലൊന്നുമില്ല. അതുകൊണ്ട് ഒന്നുകിൽ വീട്ടിലേക്ക് വരുന്ന ഭർത്താവ് ഒന്ന് തൊണ്ടയൊക്കെ ഒന്ന് അനക്ക, അല്ലെങ്കിൽ ചില ആളുകൾ എന്നൊക്കെ പറഞ്ഞ് മൂളിപ്പാട്ടൊക്കെ പാടി വരിക. എന്തെന്നറിയോ, അത് ആള് വരുന്നുണ്ടെന്ന് അറിയിക്കാൻ. എന്നാൽ ബഗ്ദാദിന്റെ മണ്ണിലും ഇതുപോലെ ഒരാള് തന്റെ പ്രിയപ്പെട്ടവരെ വരുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ആ വരുന്ന സമയത്ത് ഇദ്ദേഹം ഒരു പാട്ട് പാടാറുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ജോലി കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയം അവിടെ നിന്ന് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് പാട്ട് പാടാറുണ്ട്. ഇതിന്റെ മറുപടിയായി തന്റെ ഭാര്യയും തിരിച്ചു പാടാറുണ്ട്. രണ്ടുപേരും പരസ്പരം പാട്ടുപാടും. ഇങ്ങനെ ഇവർ രണ്ടുപേരുടെ ഭാര്യയുടെയും ഭർത്താവിന്റെയും പാട്ട് കേട്ട് എല്ലാ ദിവസവും ഇങ്ങനെ പാടുന്ന കേട്ട് രണ്ട് കുഞ്ഞുമക്കളും ആ പാട്ട് കാണാതെ പഠിച്ചു. ഭാര്യ പാടുന്നൊരറ്റത്തുനിന്ന് ഭർത്താവും പാടും. രണ്ടുപേരും പാട്ടുകൾ ഇങ്ങനെ പാടുകയാണ്. തന്റെ പ്രിയപ്പെട്ടവള് കടന്നു വരുമ്പോ, അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ടവൻ വരുമ്പോ പ്രിയതമക്ക് വേണ്ടിയിട്ട് പാടിക്കൊടുക്കുമ്പോ അതൊരു സ്നേഹമായി, അതൊരു സന്തോഷമായി, അതൊരു ആനന്ദമായിട്ട് കാണാറുണ്ടായിരുന്നു. ഇന്നപ്പോ പാട്ട് പോയി, മൂളിപ്പാട്ട് പോയി, തൊണ്ടനക്കല് പോയി, എല്ലാം പോയി. കേറി വരുന്ന ആട്ടി തന്നെ, കേറി വരുന്ന തന്നെ 100 കുറ്റം പറഞ്ഞു അല്ലേ. പണ്ട് സലീംകോടത്തൊരു നല്ലൊരു പാട്ട് പാടി. സ്നേഹമുള്ള ഭർത്താവ് ഇങ്ങനെ ഭാര്യന്റെ മുഖത്തോട്ട് പറയും, ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, എന്നാലും അവളിന്നെന്റെ സുന്ദരിയാണേ, 14 രാവുദിച്ചൊരു പോലൊരു ചിരിയാണേ, പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ. ആ സ്നേഹമുള്ള ഭാര്യയെ പറ്റി ഇങ്ങനെ ഭർത്താവ് പാടണേ, അതാണ് അവൻ പാടിയത്. ഇന്നിപ്പോഴാ വരുന്ന തന്നെ ആടിച്ച് ഫിറ്റായി വന്ന് പിന്നെ മൂപ്പര വക അടിപൊളി പാട്ടുണ്ടാവും ഇല്ലേ. അയൽവക്കത്തുള്ള ആർക്കും കിടന്നുറങ്ങാൻ പറ്റാത്ത കോലത്തിൽ. എന്നാൽ ഈ മഹാമനുഷ്യ ഇവിടെ നിന്ന് വരുമ്പോ തന്നെ എത്രയോ ചന്തമാണ് പെണ്ണിനെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. തന്റെ ഭാര്യ ഇങ്ങനെ വർണ്ണിക്കും. ഭാര്യ എങ്ങനെ കാണുമ്പോ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് എത്ര വലിയ ദേഷ്യപ്പെടുന്ന കാര്യങ്ങൾ കണ്ടാലും വരുമ്പോ തന്റെ പ്രിയപ്പെട്ടവളെ വന്ന് ആശ്വസിപ്പിക്കാൻ അദ്ദേഹം ഒരു പാട്ട് പാടാറുണ്ട്. അങ്ങനെ അതാ തന്റെ ഭാര്യ വന്ന് പരീക്ഷിക്കുകയാണ്, ഇതെന്നും എന്നോടുള്ള ഒരു സ്നേഹമാണോ അതല്ല ഇദ്ദേഹത്തിന്റെ ഒരു കാട്ടിക്കൂട്ടലാണോ? അങ്ങനെ ഭാര്യ എന്താ ഭർത്താവിനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അന്ന് ഭർത്താവ് ഇങ്ങനെ വരുമ്പോ തന്റെ ഭർത്താവിന്റെ അന്നത്തെ തുണിയൊന്നും അലക്കിയിട്ടില്ല. തന്റെ ഭർത്താവിന്റെ തുണിയൊന്നും അലക്കാതെ ഈ പെണ്ണ് ഭർത്താവ് വരുന്ന വഴിക്ക് തന്നെ കൂട്ടിയിട്ടു. ഒരു ദിവസമായി തന്റെ പ്രിയപ്പെട്ടവനൊന്നും പറഞ്ഞില്ല, പാട്ട് കുറച്ചില്ല. രണ്ടാമത്തെ ദിവസവും അഴുക്കായി അവിടെ നിന്ന് പാട്ട് കുറച്ചില്ല. മൂന്നാമത്തെ ദിവസം ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം ഒന്ന് അലക്കിയിടണം. പടച്ചവനെ, അന്നും പാട്ടുപാടി അന്ന് തന്റെ പ്രിയപ്പെട്ടവൾ എഴുന്നേക്കുമ്പോ കാണുന്നത് തന്റെ പ്രിയപ്പെട്ടവളുടെ വസ്ത്രം കൂടെ, തന്റെ പ്രിയപ്പെട്ട മക്കളുടെ വസ്ത്രം കൂടെ, അദ്ദേഹത്തിന്റെ വസ്ത്രം കൂടെ എടുത്തിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് കൊണ്ട് വിരിക്കുമ്പോ അതാ തന്റെ പ്രിയപ്പെട്ടവൾ ചെന്നുകൊണ്ട് കൈകളെ കവർന്നു പിടിച്ചിട്ട് പറയാ, വല്ലാഹി നിങ്ങൾ എനിക്ക് പൊരുത്തം തരുമോ?
ഞാൻ നിങ്ങളെ വന്ന് പരീക്ഷിക്കാൻ നോക്കിയതാണ്. എന്നാലും അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലാഹുവേ ആബിദായി മനുഷ്യൻ പറഞ്ഞു, മോനെ നിന്റെ ഭാര്യയോട് 3 സമയങ്ങളിൽ നീ ദേഷ്യപ്പെടരുത്. ഒന്നെപ്പോഴെന്നറിയുമോ? അവർക്ക് ശുദ്ധിയില്ലാതെയാകുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് നീ അവളോട് ദേഷ്യപ്പെടല്ലേ. കാരണം അവരുടെ മനസ്സിനെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സമയമോ. രണ്ടാമത് നിന്റെ പ്രിയപ്പെട്ടവൾ ഗർഭവതിയാകുന്ന ഒരു സമയമുണ്ടല്ലോ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വെള്ളം കുടിക്കാൻ കഴിയാത്തൊരു സമയം. ആ സമയത്ത് അവര് വിഷമിച്ചിരിക്കുമ്പോ നീ അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കരുത്. മൂന്നാമതോ നിന്റെ പ്രസവിച്ചു കിടക്കുന്ന നിന്റെ കുഞ്ഞിന് ജന്മം തന്ന നിന്റെ ഭാര്യ, അവളോട് വഴക്കിടല്ലേ, അവരോട് ദേഷ്യപ്പെടല്ലേ, അവളെ കളിയാക്കല്ലേ, അവളെ കുറ്റപ്പെടുത്തല്ലേ. ഈ 3 കാര്യം ഒരു ഭർത്താവിന്, ഏറ്റവും നല്ല ഭർത്താവിന് യോജിച്ചതല്ല എന്നവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇന്ന് സഹോദരങ്ങളെ അധികം ആളുകളും ഇന്നങ്ങനെ വഴക്കു പറയുന്നവരാണ്, കുറ്റപ്പെടുത്തുന്നവരാണ്, കളിയാക്കുന്നവരാണ്, തമാശയിൽ പോലും വല്ലാതെ ചീത്ത വിളിക്കുന്നവരാണ്. അതുകൊണ്ടില്ല നമ്മൾ സൂക്ഷിച്ചു കൊണ്ടുവരണം. ഈ മനുഷ്യൻ അവിടെ ഒരു വേള തന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം തന്നെ അലക്കി, വസ്ത്രം അലക്കി. ആ വസ്ത്രം അലക്കിയ വസ്ത്രം എടുത്തിടുമ്പോ തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാ, പെണ്ണേ നീ എന്റെ കിനാവിൽ രാജാത്തിയല്ലോ, എൻ മനമിൽ പുഞ്ചിരിയാലെ വന്നതോമല്ലോ, സുന്ദരമായൊരു വദനം കണ്ട് സുന്ദരമായൊരു ചിരിയും തന്ന് സ്നേഹമിലാകെ വന്നൊരു മുഞ്ച്, മോളെ നീ എന്നും എന്നിൽ അഴകാണെന്നോ, അഹദായ റബ്ബ് റഹീമ കനിഞ്ഞ തന്നോ. നിന്നെ എനിക്ക് അല്ലാഹു തന്നതാ അല്ലേ? അതുപോലെ തന്നെ ഈ ഭർത്താവിന്റെ ഈ വിഷയ ആബിദായ മനുഷ്യൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ആബിദായ മനുഷ്യൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു, സ്നേഹത്തോടുള്ള പെരുമാറ്റം ഇല്ലേ. പിന്നീട് ഇതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞു, നിനക്ക് എന്ത് വന്നാലും നിന്റെ കൂടെ കൂടുന്നൊരു ഭാര്യ ഉണ്ടാകും, നിനക്ക് എന്ത് വന്നാലും കൂടെ കൂടുന്നൊരു ഭർത്താവ് ഉണ്ടാകും. കരയാണോ? ആ കരച്ചിലിൽ കൂടെ ചെയ്യും. എന്തു പറ്റിയെന്ന് ചോദിക്കും. സുഖമില്ലാതെ കിടക്കും വരികത്തിന് എന്ത് പറ്റിയെന്ന് ചോദിക്കും. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യൻ പറഞ്ഞു കൊടുക്കാണ്, അല്ലാഹു നമുക്ക് ചില സഹപാഠികളെ തന്നിട്ടുണ്ട്, എന്തിനും കട്ടയ്ക്ക് ചങ്കായി കൂടെ നിൽക്കുന്നവർ, എന്തിനും കൂടെ നിൽക്കുന്ന ചില കൂട്ടുകാരെയും അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ചില മനുഷ്യന്മാര് സങ്കടം അനുഭവിക്കുമ്പോ, ചില മനുഷ്യന്മാർ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോ, ആ ദുഃഖത്തിൽ കഴിയുന്നവരെ അവരുടെ ദുഃഖം മറന്നിട്ട്, അവരുടെ കടം മറന്നിട്ട്, അവരുടെ സങ്കടങ്ങൾ മറന്നിട്ട് നമ്മളെ സഹായിക്കുന്ന കൂട്ടുകാർ നമുക്കുണ്ടാകും. ആബിദായ മനുഷ്യൻ പറയാൻ അങ്ങനെ ഉള്ളവരും നമുക്കുണ്ടാകും. അവർക്ക് സങ്കടങ്ങളില്ലാഞ്ഞിട്ടല്ല, അവർക്ക് വേദനകളില്ലാഞ്ഞിട്ടല്ല. ആരാണെന്നറിയോ? ചങ്ക് പറിച്ചു തരുന്ന എത്രയോ കൂട്ടുകാരുണ്ടാകും. ഒന്ന് രോഗമാണെന്നറിഞ്ഞ നിന്റെ കുടുംബത്തെക്കാൾ കരയുന്നവരുണ്ടാകും. ഒന്ന് സങ്കടമാണെന്നറിഞ്ഞ അവര് വല്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും. ഭക്ഷണം കഴിച്ചില്ലെന്നറിഞ്ഞാൽ അല്ലാഹുവേ സങ്കടത്തോടെ അവർ കരയുന്നവരുണ്ടാകും. ആബിദായ മനുഷ്യൻ പറഞ്ഞു കൊടുക്ക, അങ്ങനെയുള്ള ചങ്ക് പറിച്ചു തരുന്ന കൂട്ടുകാരുണ്ടാകും. അതുമാത്രവുമല്ല, മഹാനുഭാവൻ മൂന്നാമത് പറഞ്ഞു, ഏറ്റവും നല്ലതുപോലെ സന്തോഷത്തിന്റെ വഴികളിലൂടെ നിങ്ങൾക്ക് എന്തും ചെയ്തരാൻ കഴിയുന്ന കൂട്ടുകാരെ ചില ആളുകളെ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. നിന്റെ കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. മഹാനുഭാവൻ 3 കാര്യം പറഞ്ഞു. ഒന്ന്, സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. അവിടെയാണ് നമുക്ക് സന്തോഷം വരുന്നത്. മഹദിയായ സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ കത്തട്ടിൽ കിടക്കുന്ന ഒരു സമയം അലിയാര് തങ്ങൾ വന്ന് വിളിക്കുന്നു, ഫാത്തിമ എന്തു പറ്റി ഫാത്തിമ, എന്തിന് വിഷമിക്കുന്നു ഫാത്തിമ, എന്തിന് കരയുന്നു ഫാത്തിമ.
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കരങ്ങളങ്ങ് കവർന്നു പിടിച്ചു. ആ കരങ്ങൾ കവർന്നു പിടിച്ചിട്ട് സ്നേഹമുള്ള ഭർത്താവ് ചോദിക്കാണ്, എന്ത് പറ്റി മോളെ ഫാത്തിമ? സുരലോക സുബർഗത്തിൽ സുഗന്ധ പൂറാണിയാമേ സുന്ദരി മണി ബീവി ഫാത്തിമ റളിയല്ലാഹു അഗമീ മികൈന്തുള്ളേ സുറുമക്കൻ കനിയാളി സുരബില സുരറാണി ഫാത്തിമ റളിയല്ലാഹു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്ത് പോയി അലിയാർ തങ്ങളിരുന്ന് കരയുമായിരുന്നു. അതിനേക്കാൾ മുമ്പെന്ന് പറയേണ്ടുന്നത് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് അങ്ങ് ചെന്നിരുന്നിട്ട് കൈകൾ കവർന്നിട്ട് ചോദിക്കുന്നു, അല്ല ഖദീജ, എന്ത് പറ്റിയെന്ന് പറയോ ഖദീജ, എന്ത് പറ്റിയെന്ന് പറയോ ഖദീജ എന്ന് പറഞ്ഞിട്ട് മുസ്തഫ നബി തങ്ങൾ വാരിപ്പുണരാറുണ്ടായിരുന്നു. അവിടെ സ്നേഹം കൊടുത്ത് ജീവിച്ചവരാണ്, അവിടെ സന്തോഷം കൊടുത്ത് ജീവിച്ചവരാണ്, അവിടെ അനുരാഗം കൊടുത്ത് ജീവിച്ചവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വീടിന്റെ അകത്തട്ടിൽ പരസ്പരം നന്മകൾ പറയുന്നവരുണ്ടാവുക. ഭാര്യ ഭർത്താവിനെ പറ്റി നല്ലത് പറയണം, അതുപോലെ ഭർത്താവ് ഭാര്യയെ പറ്റി നല്ലത് പറയണം. അങ്ങനെ പരസ്പരം നന്മ പറയുമ്പോഴാണ് അവിടെ വിജയിക്കുന്നത്. അല്ലാഹുവേ, ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഇന്ന് പല വീടിന്റെ അകത്തട്ടിലും സങ്കടങ്ങളാണ്. പല ഉമ്മമാരും പല സഹോദരിമാരും പ്രയാസത്തിലാണ്. തന്റെ ഭർത്താവ് കള്ളു കുടിച്ചു മൂക്കറ്റം മദ്യപിച്ചു കൊണ്ടുവന്ന് തന്റെ പ്രിയപ്പെട്ടവളെ അടിക്കുമ്പോ, തന്റെ മക്കള് കരയുമ്പോ ആ മക്കളെ കൂടെ അടിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. ഉണ്ടാക്കി വെച്ച നേരം വെളുത്ത് അടുക്കളയുടെ 4 ചുമരുകളിൽ കിടന്ന് കരിയും ചെളിയുമെല്ലാം പിടിച്ച് തന്റെ മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി പാടുപെട്ടുണ്ടാക്കി വെച്ചിട്ട് ആ പാടുപെട്ടുണ്ടാക്കി വെച്ച ഭക്ഷണം പോലും വലിച്ചെറിഞ്ഞു കളയുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. കുടുംബത്തിലൊരു സമാധാനം കൊടുക്കാത്തവരുണ്ട്. ഒന്ന് പനി പിടിച്ചാലോ, ഒന്ന് കിടന്നുപോയാലോ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്ത എത്ര ആളുകളുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞാൻ നിന്നോട് പറയുന്നത് ഇവരെന്നെ കണ്ടു വന്നവരല്ല. ഈ മജ്‌ലിസിൽ ഒരാമീൻ പറയുമ്പോ, എന്തെങ്കിലും അറിവില്ലാത്തത് പഠിക്കുമ്പോ അതൊരു മാറ്റമാണെന്ന് പറഞ്ഞിട്ടവര് ദിക്ർ ചൊല്ലി, അസ്മാഉൽ ഹുസ്ന ചൊല്ലി, അവര് നല്ല നീയത്തോടെ ഒരുമിച്ച് കൂടുന്നവരാണ്. നീ തട്ടല്ല അല്ലാ, ഖായിബാക്കല്ലേ അല്ലാ. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും സങ്കടങ്ങളെയും വേദനകളെയും എല്ലാം അല്ലാഹു തആല മാറ്റിത്തരട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഏവരെയും പടച്ച തമ്പുരാൻ ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് വേദനകളും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും മനസ്സിന്റെ ഹലാലായ മുറാദുകളെ അല്ലാഹു തആല ഹാസിലായി കൊടുക്കട്ടെ. അതുപോലെ തന്നെ എന്റെ ഉമ്മാക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗമാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉമ്മയുടെ ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരിയെ അല്ലാഹു തആല തുടച്ചു മാറ്റട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വ ഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ, സന്തോഷം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കൂടെ ഉള്ള പല പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് ഖബറിലാ, അവരുടെ ഖബറിടങ്ങളെ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ, സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ.
ആനന്ദത്തിന്റെ വീടാക്കണേ അല്ലാ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വേദനകളും ദുഃഖങ്ങളും പടച്ചവനെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട്, അവരുടെ കടങ്ങൾ വീടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ സഹായിച്ചവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്, ഞങ്ങളുടെ വേദനകളിൽ പങ്കുചേരുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ എല്ലാവരുടെ മനസ്സിന്റെ വേദനകളെയും നീ മാറ്റണേ അല്ലാ. അപകടങ്ങൾ വെക്കല്ലേ അല്ലാ, ശാരീരികമായ രോഗങ്ങൾ വെക്കല്ലേ അല്ലാ, മാനസികമായ രോഗങ്ങൾ വെക്കല്ലേ അല്ലാ, സിഹർ പോലത്തെ രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ സാഹചര്യങ്ങളുടെ സിഹറുകളെ തൊട്ട് കാക്കണേ അല്ലാ, കണ്ണീറുകളുടെ കണ്ണുകളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചോനെ ഞങ്ങളോട് ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അല്ലാഹുവേ നിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ദ്വാരക്കാൻ പറഞ്ഞോ, എല്ലാം നീ മാറ്റണേ റഹ്മാനേ, എല്ലാം നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കടങ്ങളെ മാറ്റിത്തരണേ അല്ലാ, വിഷമങ്ങളെ മാറ്റിത്തരണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ, ആവലാദികളെ മാറ്റണേ അല്ലാ, വേവലാദികളെ മാറ്റണേ അല്ലാ. പടച്ചോനെ നിന്റെ പരിശുദ്ധമായ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ RCCയുടെ അകത്തോട്ട് ഒരുപാട് പ്രിയപ്പെട്ടവർ കിടക്കുന്നുണ്ട്. അവരുടെ സങ്കടങ്ങളെ മാറ്റിയിട്ട്, അവരുടെ വേദനകളെ മാറ്റിയിട്ട്, അവരുടെ കണ്ണീരുകളെ മാറ്റിയിട്ട് നീ അവർക്ക് പരിഹാരം കൊടുക്കണേ അല്ലാ. നീ അവരെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആയെ തട്ടല്ലേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.